ശക്തമായ മഴയിൽ കാസർഗോഡ് നീലേശ്വരത്ത് റോഡിൽ മരം വീണു. ഫയർഫോഴ്സ് സംഘം മരം മുറിച്ച് നീക്കുകയാണ്. നീലേശ്വരത്ത് വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണു. ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴയാണ്, മരം വീണിട്ടുണ്ട്. പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട്? എന്തായാലും ഈ മരം വീണിട്ടും ആർക്കും പരിക്കില്ലല്ലോ. ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയിലെ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാസർഗോഡ് നഗരത്തിൽ തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയല്ല. ഈ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റ് വീശുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നീലേശ്വരം കോട്ടപ്പുറം ഭാഗത്ത് ഇന്ന് പുലർച്ചെ 4:45 മരം വീണിട്ടുണ്ട്. കോട്ടപ്പുറം റോഡിലാണ് മരം വീണത്. വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലാണ് മരം വീണത്. അതുകൊണ്ട് വൈദ്യുത ബന്ധം ഭാഗികമായി അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഈ മരം മുറിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3ഓളം വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഇതുവരെയും പരിക്കൊന്നുമില്ല. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിൽ ഇന്നും റെഡ് അലേർട്ടാണ്. ജില്ലയിൽ ഈ റാണിപുരം പോലുള്ള വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മരം വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഉപ്പളപ്പുഴ, പുത്തികപ്പുഴ, തേജസ്വിനി പുഴ തുടങ്ങിയ നദികൾ അത് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന ഭാഗങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ പുത്തിക ഉപ്പള പുഴയിലാണ് പെട്ടെന്ന് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുള്ളത്. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കെടുതികൾ നീലേശ്വരം ഭാഗത്താണ് ഇപ്പോൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ 3 വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണിട്ടുണ്ട്. റോഡിൽ മരം വീണിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതകൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്.